അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 തരം ചമ്മന്തിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചമ്മന്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും പലർക്കും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഉള്ള റെസിപ്പീസ് എല്ലാം തന്നെ ഹെൽത്തി റെസിപ്പീസും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള റെസിപ്പീസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് വീഡിയോ കൂടെ എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഓൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. നമ്മളിന്ന് 3 തരം ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. നമുക്ക് ഓരോന്നായി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ എരിവുള്ള ഈ ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങ ഒരു കൈപ്പിടി നിറയെ ടൈറ്റായിട്ട് പിടിക്കുന്ന ഒരു പിടി തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ഇരുമ്പൻ പുളി എടുത്തിട്ടുണ്ട്. പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. നമുക്ക് അരച്ചതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താലും മതി. ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. വെള്ളം ആദ്യമേ ഒരുപാട് ഒഴിക്കരുത്. നമുക്ക് അരഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വരും. അരഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് തളിച്ച് കൊടുത്ത് അരച്ച് കട്ട ചമ്മന്തിയായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ലൂസായിട്ട് വെള്ളം കൂടുതൽ ചേർത്ത് തന്നെ എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഒരു മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് മാത്രം ഉപയോഗിച്ചുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ ഇരുമ്പൻ പുളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പുളി വേണമെങ്കിൽ നമുക്ക് പിന്നെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ഒരു എരിവില്ലാത്ത പച്ചമുളകും ഒരു എരിവുള്ള പച്ചമുളകും ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിക്കനുസരിച്ച് ചേർക്കാം. ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. പൊടിയുപ്പ് നമുക്ക് എടുക്കാം. ഇതിനെയും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മുളക് പൊടിയും ഉള്ളിയും ഈ ഒരു ഇരുമ്പൻ പുളിയും ചേർത്ത് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു കൈപ്പിടി ചെറിയ ഉള്ളി തൊലിച്ചൊക്കെ എടുക്കാൻ പ്രയാസമാണെങ്കിൽ വലിയൊരു സവാള എടുത്ത് നമുക്ക് നന്നായിട്ട് തൊലി കളഞ്ഞ് സ്ലൈസ് ചെയ്തിട്ട് കഴുകിയതിന് ശേഷം സ്ലൈസ് ചെയ്ത് അത് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഞാനിവിടെ കല്ലുപ്പെടുത്തു, ഉപ്പ് പൊടി ചേർത്താലും മതി. പിന്നെ ഞാൻ ഈ ഇരുമ്പൻ പുളിച്ചിക്ക ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പുളിക്ക് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് അരയ്ക്കാം. വെള്ളം ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ ചമ്മന്തി എല്ലാം തന്നെ റെഡിയായി. ഇപ്പം ഞാൻ ഈ ഉള്ളിയും മുളകും മാത്രം ചേർത്തരച്ചതിന് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല. ബാക്കി നമ്മൾ തേങ്ങ ചേർത്ത രണ്ടിനും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അങ്ങനെ അരച്ചെടുത്തു.
ഇത് തന്നെ നമുക്ക് കുറച്ച് കൂടെ വെള്ളം കൂടുതൽ ചേർത്ത് കലക്കി കടുക് വറുത്ത് വേണമെങ്കിലും എടുക്കാം. ദോശയ്ക്കൊക്കെ കഴിക്കാനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഇതുപോലെ വെള്ളം ചേർക്കാതെ കട്ടിയായിട്ട് വേണമെങ്കിലും എടുക്കാം.